നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബി പോസിറ്റീവിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചേർത്തി, നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു ഫിലിമാണ് അനശ്വരം എന്നുള്ള ഫിലിം. ഇന്ന് അനശ്വരം എന്നുള്ള ഫിലിമിന് 25 വർഷം തികയുകയാണ്. അനശ്വരം എന്ന ഫിലിമിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നമുക്ക് ഇവർക്കും പ്രിയങ്കരനായ ഇളയരാജയാണ്. അദ്ദേഹത്തിന്റെ സംഗീത സംവിധാനത്തെ പറ്റി നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മുടെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന സംഗീതമായിരിക്കും അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വരുന്നത്. അതിമനോഹരമായിട്ട് ചിത്രചേച്ചിയും ദാസേട്ടനും ബാലസുബ്രഹ്മണ്യവും ഒക്കെ വളരെ മനോഹരമായിട്ട് ഇതിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് എന്നുള്ളതും അനശ്വരം എന്ന ചലച്ചിത്രത്തിന്റെ മറ്റൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇവർക്കും പ്രിയങ്കരിയായി മാറിയ ശ്വേതാ മേനോൻ ആദ്യമായിട്ട് മലയാള സിനിമാ രംഗത്തേക്ക് വന്നത് മമ്മൂക്കയുടെ കൂടെ ഈ ചലച്ചിത്രത്തിലൂടെയാണ്. വളരെ നല്ലൊരു പ്രകടനമാണ് ശ്വേതാ മേനോൻ കാഴ്ചവെച്ചത്. ഒരു പുതിയ ആൾ എന്നൊരു തോന്നൽ നമുക്ക് അവരുടെ ആ പ്രകടനം കണ്ടാൽ തോന്നില്ല. വളരെ മനോഹരമായിട്ടുണ്ട്. ശരിക്കും അനശ്വരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഉള്ളിൽ ഓടിയെത്തുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഗാനമുണ്ട്. നമ്മളൊക്കെ മൂളിപ്പോകുന്ന താരാപദം. നമുക്ക് വേണ്ടി ബി പോസിറ്റീവിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ പ്രിയ ഗായിക കൂടിയായ ശ്രീലക്ഷ്മി അതിപ്പോൾ 2 വരി പാടും അല്ലേ? തീർച്ചയായിട്ടും പാടും. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിത നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞി പോവിൽ മൃദുചുംബനങ്ങൾ നൽകാ താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. വളരെ മനോഹരമായിരിക്കുന്നു ശ്രീലക്ഷ്മി. ശരിക്കും പറഞ്ഞാൽ പ്രേമം എന്ന് പറയുന്ന ഒരു വികാരത്തെ തൊട്ടുണർത്താൻ ഇതിൻ്റെ സംവിധായകന് കഴിഞ്ഞു എന്ന് പറയുന്നതും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. എന്തായാലും ഈ ഒരു സംഗതി മനസ്സിൽ വച്ചുകൊണ്ട് ഈ ഒരു പ്രകാശത്തോടു കൂടി നല്ലൊരു സംഗീതത്തിൻ്റെ ഉത്തേജനത്തോടു കൂടി നമുക്ക് നമ്മുടെ ആദ്യ പരിപാടിയിലേക്ക് കിടക്കാം. സംഗീത സാന്ദ്രമായ ശുഭസംഗീതം. ശതതന്ത്രി മീട്ടി ശില പോലും അലിയും ഗാനം ശിവകാമി പാടുന്നു. ശതതന്ത്രി മീട്ടി ശില പോലും അലിയും ഗാനം ശോകനിലാവിൽ സ്വരനൗകയൊഴുകും ശുഭപന്തുവരാളി രാഗം മനസ്സിൽ ശങ്കരധ്യാന പ്രകാരം ശോകനിലാവിൽ സ്വരനൗകയൊഴുകും ശുഭപന്തുവരാളി രാഗം മനസ്സിൽ ശങ്കരധ്യാന പ്രകാരം ശിവകാമി പാടുന്നു. ശരറാന്തൽ വിളക്കിൽ മേഘം തെളിയും ശാരദ സന്ധ്യ വാനം ശരറാന്തൽ വിളക്കിൽ മേഘം തെളിയും ശാരദ സന്ധ്യാവാനം ശരവേഗ പക്ഷികൾ ചിറകുകളൂരും ശാന്ത മനോഹരയാമം കനവിൽ ശാരിക പാടും നിശീഥം ശരവേഗ പക്ഷികൾ ചിറകുകളൂരും ശാന്ത മനോഹരയാമം കനവിൽ ശാരിക പാടും നിശീഥം ശിവകാമി പാടുന്നു. ശതപത്മജാലം താനേ പൂക്കും ശാന്തമനോഹര മൗനം ശതപത്മജാലം താനേ
ശംഖുലിനാദവും ചന്ദനഗന്ധവും ശ്രീലക തേടും താളം നിലവിൽ ശാരിക തേടും നിശീതം ശിവകാമി പാടുന്നു ശതതന്ത്രി മീട്ടി ശില പോലും അലിയും ഗാനം ശോകനിലാവിൽ സ്വരനൗകയൊഴുകും ശുഭപന്തുവരാളി രാഗം മനസ്സിൽ ശങ്കരധ്യാന പ്രകാരം ശിവകാമി പാടുന്നു ശില പോലും ആലിയും ഗാനം 1950 ജൂൺ 16-ാം തീയതി ഹിന്ദി സിനിമാ ലോകത്തെ ഏറ്റവും മിന്നുന്ന താരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ബിദിൻ ചക്രവർത്തി ജനിച്ച ദിവസമാണ്. ശരിക്കും 3 തവണയാണ് അദ്ദേഹം നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയത്. ഡാൻസ് എന്ന ഒരൊറ്റ സിനിമയിലൂടെ അദ്ദേഹം യുവാക്കളുടെ ഹരമായി മാറി. ഒരു വലിയൊരു ഫാൻസ് തന്നെ അദ്ദേഹത്തിന് ലോകമെമ്പാടും രൂപം കൊണ്ടു. ശരിക്കും അദ്ദേഹത്തെ നമുക്ക് ഓർമ്മിക്കാം ഇന്നത്തെ ഈ ഒരു ദിവസം. ഇന്ന് മറ്റൊരു പ്രത്യേകതയോടെ ഉണ്ട് ശരത്തെ. കാരണം 1997 ജൂൺ 16 ഇതേ ദിവസം തന്നെ സുകുമാർ അന്തരിച്ച ദിവസമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നുള്ള ഒരു നടനാണ് അദ്ദേഹം. ബന്ധനം എന്നുള്ള സിനിമയിലൂടെ കേരള സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയ ആളാണ് അദ്ദേഹം. ഒരുപാട് ഫിലിമിലൂടെ അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ സ്റ്റൈലാണുള്ളത്. നമുക്ക് ഇന്നും മിമിക്രിയിലൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാണിക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് അനുകരിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ ഒരു സംസാര ശൈലിയും അല്ലെങ്കിൽ ആക്ടിംഗ് പ്രൊഫഷൻ അല്ലെങ്കിൽ എല്ലാം മൊത്തത്തിൽ ഒരു പ്രത്യേകതയാണ്. എല്ലാവരുടെ ഒരു ഡിഫറെന്റ് ഒരു സ്റ്റൈൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നതാണ്. അത്തരത്തിലുള്ള ചരിത്ര സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന പരിപാടിയാണ് അടുത്തത്. നമുക്ക് കാണാം ചരിത്രത്തിലെന്ന്. ആനുകാലിക സാഹിത്യ പരമ്പരകളിലെ ശരിയും തെറ്റും വിശകലനം ചെയ്യുന്ന പരിപാടിയാണ് അടുത്തത്. നമുക്ക് കാണാം കന്നഡ. കന്നഡയിലേക്ക് സ്വാഗതം. ഈ ആഴ്ച പുറത്തു വന്ന കുങ്കുമം വാരിക സാഹിത്യം കൊണ്ട് നിറഞ്ഞതാണ്. സാധാരണ ലക്കങ്ങളിൽ കാണുന്നതിനേക്കാൾ വ്യത്യസ്തമായി അക്കിത്തത്തെ പറ്റിയുള്ള 3 ലേഖനങ്ങളാണ് ഈ കുങ്കുമത്തിലുള്ളത്. നവതിയുടെ നിറവിൽ നിൽക്കുന്ന അക്കിത്തത്തെ കുങ്കുമം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇവിടെ ആഖ്യാനം ചെയ്തിരിക്കുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. 6 കഥകൾ, 7 കവിതകൾ, ഇങ്ങനെ സാഹിത്യം മാത്രമുള്ള ഒരു ലക്കമാണ് ജൂൺ ലക്കം കുങ്കുമം. എന്തായാലും കുങ്കുമത്തിൻ്റെ പഴയ പ്രതാപം തിരിച്ചു വന്നിട്ടില്ല. സാധാരണ എഴുത്തുകാർ എഴുതുന്ന കൃതികൾ കൊണ്ട് നിറച്ചിരിക്കുന്നു എന്ന് മാത്രം പറയാം. ദേശാഭിമാനിയുടെ പുതിയ ലക്കത്തിൽ ജൂൺ 5 തീയതി വെച്ച് പുറത്തിറങ്ങിയ ലക്കത്തിൽ രാജീവ് ജി ഇടവയുടെ ഒരു കഥ കാണാം. രാജീവ് ജി ഇടവ അടുത്ത കാലത്ത് വളരെ ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിമുക്ത ഭടനാണ് ജോലി കൊണ്ട്. പക്ഷേ സാഹിത്യത്തിൽ വളരെ സജീവ സാന്നിധ്യമാണ് അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നോവലുകൾ, അതുപോലെ നിരന്തരം കഥകളാകട്ടെ മറ്റ് കഥകളിൽ നിന്ന് വ്യത്യസ്തമാണ് രാജീവിൻ്റെ കഥകൾ. ഇവിടെ സാമൂഹ്യപാഠം എന്ന ഈ കഥയിലും സാമൂഹ്യ പ്രസക്തിയാണ് ഏറെ രാജീവ് കഥയിൽ നിഗൂഢനം ചെയ്യുന്നത്. ഇതൊരു പ്രത്യേക സ്വഭാവമുള്ള കഥയാണ് സാമൂഹ്യപാഠം. ഹർത്താലെന്ന് കേട്ടപ്പോൾ നെടുവീർപ്പ് ഉതിർത്തത് വെറുതെയായിപ്പോയി. ഓഫീസിൽ നിന്ന് വിളി വന്നു. ഈ വിധത്തിൽ ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് ഒരു സാധാരണ സർക്കാർ ജീവനക്കാരൻ്റെ ഉദ്വേഗങ്ങളാണ് സാമൂഹ്യപാഠം എന്ന
ഈ കഥയിലുള്ളത്. ഈ കഥയുടെ ഇതൾ വിടരുന്നതും ക്രമാനുഗതമായി കഥയിലേക്ക് കടക്കുന്നതും ഒരു ആർദ്ര സ്വഭാവം വരുന്നതുമൊക്കെ സ്വാഭാവികമാണെന്ന് തോന്നാമെങ്കിലും കഥാകൃത്തിൻ്റെ മാന്ത്രികമായ കൈയടക്കമാണ് ഈ കഥയെ നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ഒരു കഥയാക്കി മാറ്റുന്നത്. ദേശാഭിമാനി വാരികയുടെ പുതിയ ലക്കത്തിൽ വന്ന വിശേഷമാണ്. ഇനി തന്മയുടെ പുതിയ ലക്കം, കോട്ടയത്ത് നിന്ന് പ്രസിദ്ധപ്പെടുത്തുന്ന തന്മയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത് നമ്മുടെ മുഖ്യധാരയിലുള്ള കരുത്തന്മാരായ എഴുത്തുകാരെ എല്ലാം അണിനിരത്താൻ ഈ മാസികയ്ക്ക് കഴിയുന്നുണ്ട്. മാത്രമല്ല മലയാളത്തിലെ മറ്റേതൊരു പ്രസിദ്ധീകരണത്തോടൊപ്പം നിൽക്കാനുള്ള ഉൾക്കരുത്ത് ഈ മാസികയ്ക്കുണ്ട്. രണ്ട് കവിതകൾ, ആര്യ ഗോപിയുടെയും കണിമോളുടെയും കവിതകൾ, വളരെ വ്യത്യസ്തമായ രണ്ട് കവിതകളാണ് ഈ ലക്കത്തിൽ. അതുപോലെ തന്നെ ഈ ലക്കത്തിൽ എഴുതുന്ന എഴുത്തുകാരൊക്കെ തന്നെ KS രവികുമാറുണ്ട്, സച്ചിദാനന്ദനുണ്ട്, ഡോക്ടർ ആസാദുണ്ട്, ടോണി മാത്യു, ഈ വിധത്തിൽ ബാലേന്ദ്രൻ വടക്കേടത്ത്, എബ്രഹാം മാത്യു തുടങ്ങിയ മുൻനിരയിലുള്ള എഴുത്തുകാർ എഴുതുന്ന ഒരു പ്രസിദ്ധീകരണമാണ് തന്മ. അതിൻ്റെ പ്രത്യേകിച്ചുള്ള കവർ ഫീച്ചർ എന്ന് പറയുന്നത് വിജു വി നായർ നിഷാദ റിപ്പബ്ലിക് എന്ന പേരിൽ നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി എഴുതിയിരിക്കുന്ന ഒരു ലേഖനത്തോടു കൂടിയാണ്. തിരുവനന്തപുരത്ത് പുറത്തിറങ്ങുന്ന പ്രസാധകൻ ഈ ലക്കം സാഹിത്യ പതിപ്പാണ്. എല്ലാ ലക്കങ്ങളും പല വിധത്തിൽ സാമൂഹ്യ പ്രശ്നങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഈ ലക്കത്തിൽ വളരെ മനോഹരമായ ഒരു കഥയുണ്ട്. സർവവ്യാപി യം എന്ന അമലിൻ്റെ കഥ. അമൽ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു കഥാകൃത്താണ്, നോവലിസ്റ്റാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ മലയാള സാഹിത്യത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു എഴുത്തുകാരനാണ് അമൽ. ഒരു ദുരന്തഹാസ്യത്തിൻ്റെ മേമ്പടിയോടുകൂടിയുള്ള രചനകളാണ് അമലിൻ്റെ പല രചനകളും. ഇതും അങ്ങനെ തന്നെയാണ്. ഈ സംഭാഷണ രീതിയിലാണ് ഈ കഥ എഴുതി പോകുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ചെറിയ ഉപശീർഷകങ്ങളൊക്കെ കൊടുത്ത് സംഭാഷണ പ്രധാനമാണ് ഈ കഥ. ഇത് പുതിയ ലക്കം പ്രസാധകനിലാണ്. അതുപോലെ തന്നെ PN ഗോപികൃഷ്ണൻ കവിത എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഴുത്തുകാർ ഏഴാച്ചേരി രാമചന്ദ്രനും ആര്യ ഗോപിയും ശിവകുമാർ അമ്പലപ്പുഴയും വളരെ വ്യത്യസ്തമായ ഓരോ കവിതകൾ ഇതിൽ എഴുതിയിരിക്കുന്നു. അഷ്ടമൂർത്തി, ഇങ്ങനെ മലയാളത്തിലെ തലയെടുപ്പുള്ള എഴുത്തുകാർ അണിനിരക്കുന്ന വളരെ മനോഹരമായ കടലാസ് രൂപകൽപ്പന, ഇങ്ങനെ ഈ പ്രസാധകൻ എന്ന പ്രസിദ്ധീകരണം കയ്യിലെടുക്കുമ്പോൾ തന്നെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. അതിൽ PN ഗോപികൃഷ്ണൻ്റെ ഒരു കവിതയുടെ 2 വരി കേൾക്കാം. കൈപ്പത്തി എനിക്ക് ചലിപ്പിക്കാം കൈമുട്ടും, എന്നാൽ അവയ്ക്കിടയിലെ കൈത്തണ്ടയിലെ ഒരു രോമം പോലും ചലിപ്പിക്കാനാവില്ല. ഏതാണ്ട് അത്തരമൊരു സ്ഥലത്താണ് ലോകത്ത് വേദന ഇരിക്കുന്നത്, ദുരിതം ഇരിക്കുന്നത്. വളരെ കൊച്ചു കാര്യമാണ് പറയുന്നതെങ്കിൽ പോലും ഒരു ഭൂഖണ്ഡത്തെയും ഒരു രാജ്യത്തെയും ഒരു പ്രദേശത്തെയും അത് പ്രതിനിധാനം ചെയ്യുകയാണ് എന്ന് സൂക്ഷ്മമായ വായനയിൽ മനസ്സിലാവും. ഇത് പ്രസാധകൻ എന്ന പ്രസിദ്ധീകരണത്തിലെ വിശേഷമാണ്. ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൻ്റെ ഓരോ ലക്കവും വളരെ മികച്ചതായി മാറുകയാണ്. പുതിയ ലക്കത്തിൽ ഷാഹിന EK എന്ന കഥാകൃത്തിനെ ഉയർത്തിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. ഷാഹിന EKയുടെ ഒരു നോവലറ്റുണ്ട്. ഒപ്പം ഷാഹിനയുടെ സാഹിത്യ ജീവിതത്തെപ്പറ്റി വളരെ വിശദമായ ഒരു ഫീച്ചറുണ്ട്. അതുപോലെ ഷാഹിനയുടെ ചില സാഹിത്യത്തെ പറ്റിയുള്ള മൗലികമായ അഭിപ്രായങ്ങളുണ്ട്. ഒരു അഭിപ്രായം ഇങ്ങനെയാണ്: എഴുതാൻ തോന്നുമ്പോൾ എഴുതുക എന്നതല്ലാതെ ഒരു പ്രത്യേക ഉദ്ദേശം വെച്ച് എഴുതുക എൻ്റെ രീതിയല്ല. കാലത്തെ എൻ്റെ കാഴ്ചപ്പാടിലൂടെ നിർവചിക്കാൻ എനിക്ക് മാത്രമേ പറ്റൂ. അതെൻ്റെ നിയോഗമാണ്. അത് ഓരോ എഴുത്തുകാരനും അങ്ങനെ തന്നെ പറയാനുള്ളത്. എത്ര ശക്തമായി, ഋജുവായി, സ്വാഭാവികമായി, സ്വതസിദ്ധമായി പറയാം. ഈ വിധത്തിൽ ഈ ഷാഹിനയുടെ അഭിപ്രായങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുക്കുകയാണ്. അപ്പോൾ പുതിയ ഒരു ഇളം തലമുറയിലുള്ള ഒരു എഴുത്തുകാരിയെ പ്രതിഷ്ഠിക്കുന്നതിലൂടെ ചന്ദ്രിക ആഴ്ചപ്പതിപ്പ് അതിൻ്റെ ദൗത്യം നിർവഹിക്കുകയാണ്. പുതിയ തലമുറയിലെ എഴുത്തുകാരുടെ ശ്രദ്ധേയമായ രചനകൾ പ്രസിദ്ധപ്പെടുത്തുന്നതിനോടൊപ്പം അവരുടെ സാഹിത്യ നിലപാടുകളും പ്രസിദ്ധപ്പെടുത്തുവാൻ ചന്ദ്രിക ധൈര്യം കാണിക്കുന്നുണ്ട്. ശിഹാബുദ്ദീൻ പൊയ്ത്തുകടവിൻ്റെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങുന്ന ചന്ദ്രിക ബഹുദൂരം യാത്ര ചെയ്തു കഴിഞ്ഞു. കലാകൗമുദിയുടെ പുതിയ ലക്കത്തിൽ മാനസിയുടെ ഒരു കഥയുണ്ട്. അല്പം ദൈർഘ്യമുള്ള ഒരു കഥയാണ് മാനസി എഴുതിയിരിക്കുന്നത്. നമ്മുടെ പെണ്ണെഴുത്തും അതുപോലെയുള്ള സ്ത്രീ കഥകളുടെ വരവുമൊക്കെ അറിയിക്കുന്നതിന് മുൻപേ കഥ എഴുതി തുടങ്ങിയ
എഴുത്തുകാരിയാണ് മാനസി. 70കളിൽ ആധുനികത കത്തുനിന്ന സമയത്ത് വളരെ വ്യത്യസ്തമായ കഥകളുമായി മാതൃഭൂമിയിലൂടെ വന്ന മാനസി ഇവിടെ ഏറ്റവും പുതിയ കഥയാണ് കലാകൗമുദിയിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. അത് ബോംബെ പശ്ചാത്തലമായി ഒരു കഥയാണിത്. ഇതിൻ്റെ പ്രത്യേക സ്വഭാവം സ്ത്രീ എഴുത്തല്ല, പകരം ജീവിതത്തിൻ്റെ ആത്യന്തികമായ സത്യത്തിലേക്ക് കടന്നു പോകുന്ന ഒരു കഥ എന്ന് മാത്രം പറയാം. മാധ്യമ ആഴ്ചപ്പതിപ്പിൽ അജിജേഷ് പച്ചാട്ട് എഴുതിയ തൊഴിൽ മതങ്ങൾ അഥവാ പേടിപ്പതിപ്പ് എന്ന നോവലിലെ 3-ാം അധ്യായം ഒരു കഥയുടെ പേരാണിത്. ഇത് വളരെ ദൈർഘ്യമുള്ള ഒരു പേരാണെങ്കിലും വളരെ രസനീയമായ ഒരു കഥയാണ് അജിജേഷ് പച്ചാട്ട് എഴുതിയിരിക്കുന്നത്. ഇത് മാധ്യമ ആഴ്ചപ്പതിപ്പിൻ്റെ പുതിയ ലക്കത്തിൽ വന്ന വിശേഷം. സമകാലിക മലയാളത്തിൽ പുതിയ ഒരു എഴുത്തുകാരിയെ പരിചയപ്പെടുത്തുകയാണ്. യമ എന്നാണ് എഴുത്തുകാരിയുടെ പേര്. 9-ാം പേജിൽ തന്നെ യമയുടെ കഥ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഇളം തലമുറയിലുള്ള ഒരു എഴുത്തുകാരിയാണ്. യമയുടെ ആദ്യ കഥയാണ് മലയാളം പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. മലയാളത്തിൻ്റെ ലക്കങ്ങളെല്ലാം തന്നെ പുതിയ എഴുത്തുകാർക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഒപ്പം മൗലിക ചിന്തകൾ പ്രസരിപ്പിക്കുന്ന വിധത്തിലുള്ള ലേഖനങ്ങൾ പ്രസിദ്ധപ്പെടുത്തി. ഇതിൽ പി കെ രാജശേഖരൻ ദേശമംഗലം രാമകൃഷ്ണൻ്റെ കവിതയെ വിലയിരുത്തിക്കൊണ്ടുള്ള പ്രൗഢമായ ഒരു ലേഖനവും പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മലയാളത്തിൻ്റെ വിശേഷതയാണ്. അതുപോലെ കൊല്ലത്ത് നിന്ന് പ്രസിദ്ധപ്പെടുത്തുന്ന പ്രഭാതരശ്മി കെട്ടിലും മട്ടിലുമൊക്കെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. റഫീഖ് അഹമ്മദിൻ്റെ കവിതയാണിതിൽ പ്രാധാന്യം അർഹിക്കുന്നത്. ഇന്നത്തെ കണ്ണട ഇവിടെ സമാപിക്കുന്നു. ശരിക്കും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചെറിയ ചെറിയ വിമർശനങ്ങളുമാണ് ഞങ്ങളെ ഇതുവരെ വളർത്തിക്കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ആ സഹായ സഹകരണങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ ഞങ്ങളൊരു വിലാസം തരുന്നു. ഞങ്ങളുടെ വിലാസം ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടികുളങ്ങര, തിരുവനന്തപുരം 1. ഫോൺ 047124666160. ഇമെയിൽ panorama.tvmedia@gmail.com. ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു ചിന്ത ഞങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ശരിക്കും വായനയിലൂടെ നമുക്ക് അറിവുണ്ടാകും, എന്നാൽ നമ്മുടെ സേവനങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് പരിവർത്തനമുണ്ടാകും. ഇത്തരത്തിൽ മാറാൻ ബി പോസിറ്റീവിൻ്റെ പ്രേക്ഷകർക്ക് കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാമെന്നുള്ള ശുഭ പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.